ആ ഞാൻ മോളുടെ സ്കൂൾ വരെ ഒന്ന് പോയതാണ്. PTA മീറ്റിംഗ് ആയിരുന്നു. അപ്പോൾ വരണ വഴിക്ക് ഞാനിവിടെ കയറിയതാണ്. ആ നിന്റെ മോൻ്റെ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞല്ലേ PTA മീറ്റിംഗ്? എങ്ങനെ ഉണ്ടായിരുന്നു? ടീച്ചർമാർക്കൊക്കെ എന്താണ് അഭിപ്രായം? അവൻ പിന്നെ പഠിക്കാൻ കുറച്ച് മോശമാണല്ല, കുറച്ച് പുറകോട്ടാണല്ല. കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ മോളുടെ ഡിവിഷനിലായിരുന്നേ അവൻ. അപ്പം അവൾ പറയാറുണ്ട് അവൻ എപ്പോഴും തല്ലൊക്കെ കിട്ടും. ഉമ്മ അങ്ങനെയാണ്, അവൻ പഠിക്കൂല, എന്ത് ചോദിച്ചു കഴിഞ്ഞാലും ആൻസർ ഒന്നും പറയൂല എന്നൊക്കെ പറയും. പിന്നെ ഇവൾക്ക് പണ്ടേ തൊട്ട് നല്ലോണം ഈ പഠിക്കാനൊക്കെ ഇഷ്ടമാണ്, നല്ലോണം പഠിക്കുകയും ചെയ്യും. അതുകൊണ്ട് ടീച്ചർമാരൊക്കെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. എന്നിട്ട് അവൻ ഇവിടെ ഉണ്ടല്ലോ, ക്ലാസ്സിലൊന്നും പോവില്ല. അപ്പം ഇന്ന് ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നല്ലോ അവന്. ക്ലാസ്സിലൊക്കെ വല്ലപ്പോഴും പോവാറുള്ളൂ. എല്ലാ ദിവസമൊക്കെ വീട്ടിലിടാം ക്ലാസ്സിലൊക്കെ. ഇപ്പം എല്ലാവർക്കും നല്ല മാർക്കൊക്കെ ഉണ്ട്. എനിക്ക് മാത്രമാണ് മാർക്കില്ല എന്നാണ് ടീച്ചർമാരൊക്കെ പറയണത്. പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഇപ്രാവശ്യം 100% പ്രതീക്ഷിക്കണം സ്കൂളിൽ. അപ്പം അവരോടൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് ഒന്ന് പഠിച്ചൊക്കെ നോക്കാൻ പറയേ. ജയിച്ച് പോന്നാല് ചിലപ്പോൾ. ഭർത്താവ് എന്ത് പറയണ്? ഇവൻ്റെ വാപ്പ അവൻ ചീത്തൊന്നും പറയാറില്ലേ പഠിക്കാത്തതിന്? അപ്പം പുള്ളിക്കാരനോടൊന്ന് പറഞ്ഞ് നോക്കാൻ പറയ്. അല്ലെങ്കിൽ വല്ല കൗൺസിലിങ്ങിന് അങ്ങനെയൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം എന്നറിയാൻ പറ്റുമല്ലോ. കുറച്ചെങ്കിലും പഠിക്കാനുള്ളൊരു ബോധം ഉണ്ടെങ്കിൽ അവനെങ്ങനെയെങ്കിലും ചെയ്യിപ്പിച്ച് വിട്ടോളും. ഒന്ന് നോക്കാം. അല്ലെങ്കിൽ ട്യൂഷനൊക്കെ കൊണ്ടാക്കിക്കൂടെ? പോണില്ലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എങ്ങനെയെങ്കിലും പഠിക്കണ്ടേ നമ്മ. എങ്ങനെയെങ്കിലും വിടണം, ഉന്തി തള്ളിയാലും വിടണം. അതായത് തോറ്റൊക്കെ പോയി കഴിഞ്ഞാൽ നാണക്കേടല്ലേ. അവള് നല്ലോണം പഠിക്കണോണ്ട് എനിക്ക് പിന്നെ അവളെ നോക്കേണ്ട കാര്യമില്ല. പഠിക്കണുണ്ടായില്ലേ നോക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഇരുന്ന് പഠിച്ചോളും. എന്തായാലും നീ ഒന്ന് കൗൺസിലിങ്ങിന് അങ്ങനെ കാണിച്ച് നോക്കുക. എങ്ങനെയെങ്കിലുമൊക്കെ ജയിച്ചാലാ. സ്കൂളിൽ നാണക്കേടാണെന്നൊക്കെ പറയുമ്പോൾ അതൊരു മോശമല്ലേ. എന്നാൽ ശരി, എന്നാൽ ഞാൻ